ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു സൺഡേ ആണ് ഗൈസ്. നമ്മുടെ ഹോസ്റ്റലിൽ ഒരു സൺഡേ വന്നു ഗൈസ്. ഗൈസ്, ഇന്നാണേ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ തുണി അലക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ തുണി അലക്കാൻ നമുക്ക് ടെറസിൻ്റെ മണ്ടയിലാണ് അലക്കലുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഗൈസ്, നമ്മളിവിടെ തുണി അലക്കാൻ വേണ്ടി മണ്ടയ്ക്ക് വന്നു ഗൈസ്. മണ്ടയ്ക്ക് വന്നപ്പം വെള്ളമില്ല ഗൈസ് തുണി അലക്കാൻ വേണ്ടി. ഗൈസ്, അപ്പോഴത്തേക്ക് അനശ്വര ഡ്രസ്സൊക്കെ അവിടെ അലക്കി വിരിക്കുമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ അലക്കി താഴെ വന്നു. താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ദേവികയാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഓരോരുത്തരും സൺഡേ ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ മൂലയ്ക്കിരുന്ന് ഓരോ പരിപാടികളായിരുന്നു. അപ്പം നോറയാണെങ്കിൽ അപ്പോഴത്തേക്ക് എണീറ്റ് വന്നിട്ട് ഇഡ്ഡലി എടുക്കാൻ പോയി ഗൈസ്. നമുക്ക് രാവിലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ആ ഇഡ്ഡലി നടുക്ക് വെന്തിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വേറെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർ വന്നിട്ട് അതിൽ നടുക്ക് കുത്തി വെച്ചിരിക്കുന്നതിന് പരാതി പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഗൈസ് നമുക്ക് ഉച്ചയായി, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോഴത്തേക്കും നമ്മൾ ചെന്ന് ചോറും സാമ്പാറും പിന്നെന്തുമായിരുന്നു കോവയ്ക്ക മെഴുക്കുവരട്ടിയിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി കഴിച്ചു ഗൈസ്. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണേ നിങ്ങളെ നോക്കി കഴിച്ച് ആക്ഷൻ കാണിക്കാണ്ട് വന്ന ഗൈസ്. അപ്പോഴത്തേക്കും ദേവിക എന്നെ നോക്കിയിട്ട് ചിരിച്ചു. അപ്പോൾ എനിക്ക് ചിരി വന്നു. പിന്നെ നമ്മൾ വെറുതെ അവിടെ ഇരുന്നു. സൺഡേ ആണ്, മണാലിട്ട് കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിനകത്താണെങ്കിൽ മൊത്തം ആശ വലിച്ച് കെട്ടി ഗൈസ്. ആശയെല്ലാം വലിച്ച് കെട്ടി തുണി അങ്ങിട്ട്. അത് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്ക് കഴിച്ചാൽ മതി. പിന്നെ നമ്മൾ രാത്രി സമയമൊക്കെ ആയപ്പോഴത്തേക്കും പോയി എൻ്റെ സ്പീക്കറാണ് നാട്ടിൽ നമ്മളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പാട്ടിച്ചു. പിന്നെ അനശ്വരയുടെ വക തകർപ്പൻ ഡാൻസ് സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി വന്ന് അമൃത ബ്രെഡും ജാമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബ്രെഡും ജാമും നമ്മൾ ഗൈസ് അകത്താക്കി. അപ്പോഴത്തേക്കും ഇന്ന് നെയ്ച്ചോറാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗൈസ് അതിൻ്റെ തിരക്കാണ് ഈ കിച്ചണിൽ കാണുന്നത് ഗൈസ്. നമുക്കും അങ്ങനെ ഫുഡ് കിട്ടി. ഇതെൻ്റെ പാത്രമല്ല, അമൃതയുടെ പാത്രമാണ്. അങ്ങനെ നാരങ്ങ അച്ചാറൊക്കെ വിളമ്പിത്തുന്ന ഗൈസ് നമ്മൾ അത് കഴിച്ചു. ഇത്രയുള്ള ഗൈസ്. ഇതാണ് എൻ്റെ ഒരു സൺഡേ. ബൈ.